ഇങ്ങനെ നടക്കുന്നു ഒരു ബസ് എന്റെ ഇത് നോക്കിയ ഫുള്ള് ചുമന്നിരിക്കുന്നു തലയും പതുക്കെ നടക്കണമല്ലോ. ഇങ്ങനെ വന്നാ വണ്ടി ഇടിച്ച് കയറ്റും ലേഡീസ് നടക്കുന്നല്ലേ മുതുകാനെ സ്റ്റൈലാണ് പറഞ്ഞ ഇത് ഏതാ ഗ്യാങ് ഏതാ ബ്രോ ഗ്യാങ്ങിന്റെ ഫുൾ നെയിം എന്തായിരുന്നു? ബ്രോ തണ്ടർ സ്ട്രൈക്ക് ബ്രോ. എന്തോ കേട്ടില്ല. കൗണ്ടർ സ്ട്രൈക്ക്. തണ്ടർ സ്ട്രൈക്ക്. അതെ അതെ അതെ. തണ്ടർ സ്ട്രൈക്ക്. ഷോർട്ട് എങ്ങനെയാ വരുന്നത് ബ്രോ? TDS. വെറൈറ്റി വരും ബ്രോ, വെറൈറ്റി പേരാ. തണ്ടർ സ്ട്രൈക്ക് ഗയ്സ്. നിങ്ങള് ഗ്യാങ് ആയോ അതോ ക്ലബാണോ? അല്ല ബ്രോ ഗ്യാങ് ആണ്. എന്താ കണ്ണാ വെള്ളത്തിട്ട് അല്ല ഞാൻ ചോദിക്കാൻ മൈൻഡ് ചെയ്തിട്ടോ കണ്ണാപ്പിയുടെ മുടിയുടെ ഉള്ള ഒരേ കളർ സെയിം ആണോ? ദീപാ എല്ലാവരും ഫുഡ് ഓ വണക്കം കഴിച്ചു വന്നല്ലോ കൺഗ്രാചുലേഷൻസ്. നിങ്ങൾ എത്ര പേരുണ്ട് മൊത്തം ഗ്യാങ്ങിലപ്പോ? കണ്ടുപടി 30 പേരുണ്ടല്ലേ? കണ്ണാപ്പി സിറ്റിയില് ഒരു ഗ്യാങ്ങെങ്കിലും വേണം നമുക്ക് അറിയാവുന്ന. ഇതെന്താ ഇത് മറ്റേ തണുപ്പത്തുള്ള പുലി. ഇത് മറ്റേ ഹീമാന്റെ പുലിയല്ലേ? ഇതിന് മണ്ടക്കൊന്നും കയറാൻ പറ്റില്ല. ഫാനായിരുന്നു. ഇതിന്റെ മുകളിൽ കയറാൻ ഇത് കൊള്ളാലോ, ഇത് കൊള്ളാം കേട്ടോ. റൈഡ് കേട്ടോ എന്റെ പണ്ടേ കണ്ണാപ്പി ഇത് കണ്ടോ, ഈ വീട് കാണാൻ രസമുണ്ടല്ലേ? നോക്കി നല്ല വൈഡ് ആയിട്ടുള്ള സാധനം. ഇവരുടെ പേര് പുറം കണ്ടിട്ട്. എന്റെ പേര് ആഷ്. ആഷ്. അതെ അതെ. നമുക്കുണ്ട് ആഷ്. ഓ ആഷ് ബ്രൂട്ടൽ. വെറും ആഷ്. ആ നമുക്കുണ്ടൊരു വെറു സാർക്ക്. അബു ഇല്ലാട്ടാ ഞങ്ങക്ക്. കൊള്ളാം കേട്ടാ. എന്റെ പേര് അബു. ഓ ഇതെന്താണ് മറ്റേ DJ ഫ്ലോർ അല്ലേ? ഒരു ഇവന്റ് ഒക്കെ നടത്താൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ്. ഓ അത് കൊള്ളാം കേട്ടാ. ഇത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്കും വേണം. ഇത് കൊള്ളാം. ഇത് നല്ല നൈസ് പരിപാടിയാണിത്. ഇവിടെന്താ കൺസോളാ? ചവിട്ടി പൊട്ടിക്കില്ല, നാശമൊക്കെ ഫസ്റ്റ് ദിവസം തന്നെ. ഞെക്കാനൊന്നും പറ്റൂല. നോക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. മറ്റേ പരിപാടി ഒന്നും ഇവിടെ ഇനാഗ്രേഷൻ 2 അടിക്കണ്ട നമുക്ക്. എവിടെ പാട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ ഞങ്ങളെ ഒരാളുണ്ട്. ആണല്ലേ? ഇത് കൊള്ളാം സാധനം കൊള്ളാം. ഞാനും നോക്കട്ടെ. നീ എന്തിനാ ഇവിടെ ചെയ്തോണ്ടിരുന്നത്? ഞാനത് കേടാക്കിയത്. നിങ്ങളുടെ ലീഡറിന്റെ പേരെന്താ?
നമ്മളെ ഒരു കോളിഡറിന് നിർബന്ധമായിരുന്നു കടല് കാണണം, പോണ വഴി കടല് കാണണമെന്ന്. ഓ അങ്ങനെ ഞങ്ങള് അങ്ങനെ കാണുന്ന രീതിക്ക് ഹെലിപാഡ് സെറ്റ് ചെയ്തു. ഇവിടെ ഒരു ചില്ലിങ് ഏരിയ ട്രാൻസ്പെറന്റ് ഗ്ലാസ്സാ? അതെ അതെ പേടിച്ചു പോയി. എടാ അത് കൊള്ളാം കേട്ടോ. അത് കൊള്ളല്ലേ, ഞാൻ വെച്ച് കുളത്തിൽ വീണെന്ന് ഞാൻ. ഞാനും താഴെ പോയെന്ന് glass വിചാരിച്ചു. പൊട്ടിക്ക്. വായോ വായോ വായോ. അമ്പോ എടാ ഇത് ഇവിടെ എലി കൊള്ളാം. കിടക്കല്ലേ? എന്തൊക്കെയല്ലേ പുതിയ പുതിയ ഗാങ്സ് തിങ്ക് ചെയ്യണ അല്ലേ ഇവിടെ. ഇവിടാണോ സ്പോൺ അല്ലല്ലോ? പോയി. അത് ആരൊക്കെയാണ് രണ്ടുപേരായിട്ട് പോയത്? വില്ലുമോൻ ഇടിച്ചിട്ടാണോ? അല്ല, അവര് ചോദിച്ചായിരുന്നു ഇതിലെ ചാടി കഴിഞ്ഞാൽ അങ്ങനെ കേറാന്നുള്ള ചോദിച്ചായിരുന്നു. അപ്പൊ ചാടിയെ തിരിച്ചു വരാൻ മെയിൻ റോഡ് വഴിവരണ്ടോ വരുമല്ലേ? അതിലെ കറങ്ങി കിടക്കണം. ഗ്ലാസ് ബ്രിഡ്ജ് പണിത സമയത്ത് ഒരു സ്റ്റെയറോടെ പണിയായിരുന്നു. സത്യം. ഇങ്ങനെയുള്ളവരുള്ളതുകൊണ്ട് ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഇത് ഞങ്ങൾക്ക് ചെറുതായിട്ട് സത്യം പറഞ്ഞ എല്ലാ ഗ്ലാസ്സും അങ്ങനെയല്ലേ? സെറ്റ് ചെയ്തതാണ്. അപ്പാപ്പനെ ആരോ കൊണ്ടുപോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പാപ്പ ഹലോ. അപ്പൊ അവനെ ഏതോ ഒരു കാറിൽ മാവും ഇവിടെ നമുക്ക് മീറ്റിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിട്ട് ചെയ്തതാണ്. ആ ഓക്കെ 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 ഓക്കെ. അത് നമ്മളെ ചില്ലിങ് ഏരിയ ആണ്. ഓ അത് കൊള്ളാം ഇപ്പൊ കേട്ടോ. രണ്ടണിക്ക് കടൽ വ്യൂ ഒക്കെ കണ്ടിരിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഏരിയ. ഓ രണ്ട് പെഗൊക്കെ എടുത്ത് കടലിലൂടെയിരിക്കല്ലേ? ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പൂളും അതുപോലെ ഫ്രണ്ടിലോട്ട് ആണ് രണ്ടെണ്ണം അടിച്ച്. കൊള്ളാല്ലേ ഇത് പരിപാടി. നമ്മുടെ ഗ്യാങ് ഹൗസിൽ ഇതുപോലെ ഒരെണ്ണം തെറ്റിയാണ്. പിന്നല്ലാതെ കൊള്ളാം കേട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ മനസ്സിലായോ? നോക്കടാ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. സത്യം. കടലൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് രണ്ടെണ്ണം. എടാ ഇത് കിടില സെറ്റപ്പ് കേട്ടോടാ. കിടില സെറ്റപ്പ്. അടി മേളില് നമ്മുടെ രണ്ട് പിള്ളേരിക്കുന്നു. ഒഴിച്ചടിച്ചലമ്പാക്കല്ലേ നീ ഒന്നും. കാശ്മീരിലാണ് ഈ നീലമുടി. നിന്റെ മുടി വീണ്ടും മാറിയാ? ഇല്ല, ഇതാണ് എന്റെ മുടി. ഇതെല്ലാം അവൻ കോപ്പി പുറകെ കിടക്കുന്നുണ്ട. അന്ന് വന്നപ്പോ നിന്റെ മുടി ഇതായിരുന്നു ആശേ? ഓ ഇതായിരുന്നു. ആണല്ലേ? ഇരുട്ടത്ത് കണ്ടോണ്ടാണെന്ന് തോന്നുന്നു. മനസ്സിലായില്ല കേട്ടോ അതുകൊണ്ട്. ഈ ഗ്യാങ് ആക്ച്വലി സത്യം പറഞ്ഞാൽ നല്ല രസമില്ലേ കാണാൻ? ഐശ്വര്യമുള്ള ഗ്യാങ്സ്. അതെന്താ? വീട്ടിൽ വന്ന് കുപ്പി കെട്ടോണ്ടോ? നിങ്ങൾക്ക് നമ്മുടെ ബാർ ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതുവരെ? ആ ബാറിൽ എന്തൊക്കെ സാധനം നിനക്കൊക്കെ ഞങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അണ്ണാ അതെല്ലാം കാലിയായിട്ട് ഒരു മാസം കുറച്ചുകളില്ലാത്ത സമയത്ത് വിഷമം കാരണം ഞാൻ അടിച്ചു തീർത്തു. ഓരാക്കാതെ വൃത്തിക്ക് ചെയ്തു. സത്യം 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 ബ്രോ, സത്യം സത്യം. ഓരാക്കാതെ വൃത്തിക്ക്. ഈ ചില ഗ്യാങ് ഹൗസിലുണ്ടല്ലോടാ നമുക്ക് പോകുമ്പോ ഈ കൊളീഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഇതുവരെ ഔട്ട് സൈഡിലൊന്നും ഇല്ല. അകത്ത് കയറി നോക്കട്ടെ. കൺസെപ്റ്റ് കേട്ടോ ബ്രോ. കൊറേ അധികം ഉണ്ട് കേട്ടോ കാണാൻ ഇവിടെ. വലിയ സ്ഥലമായിരുന്നു സത്യം. ഇതിനകത്ത് ഇവിടെ ഗ്യാങ് ഹൗസ് ബ്രീച്ച് ഒന്നും പിന്നെ ഇല്ലല്ലോ. ഇത് നമ്മൾ ലീഗൽ വർക്കിന് വേണ്ടിയിട്ട് റൂമാണ്. ഇത് ഒഴിഞ്ഞു കിടക്കാണ്. ഓക്കെ, ഇത് നിങ്ങൾ പണിയിപ്പിച്ചതാണോ വീടാണോ അതോ ഇത് കസ്റ്റമാണോ? അല്ല ഇത് മേടിച്ചതാണോ? പണിയിപ്പിച്ചതാ. ഇത് മറ്റേത് നിങ്ങളെവിടെ പോയി? നിങ്ങളെ കാണുന്നില്ല. കളി റൂമില്ല. തൊട്ട് കേട്ടാ ചാവലിന്നൊക്കെ
ടോർച്ചർ റൂം നമ്മൾ അണ്ടർഗ്രൗണ്ട് ഇവിടെ വരുന്നവര് ഒത്തിരി പേടിച്ചു പോയല്ലോ ബ്രോ. സെറ്റപ്പാണ്. ടോർച്ചർ റൂമാണോ BDS-ഉമോ അതിന്റെ റൂം എന്തോ ഇവിടെ വരോ ഇവിടെ വരോ ഇവിടെ ഇത് ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി വെയർഹൗസ്. തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഒരാളെ വീണ് അവിടെ ഷോക്ക് അടിക്കും. എന്നെ അടിക്കുന്നില്ലല്ലോ. നീ ഒന്ന് മാർക്ക് ചെയ്ത് ചെക്കാ. കുഴി ചാടി തിരിച്ചു കയറാൻ പറ്റില്ല. അവനെ വിലുമനെ ഓ ഇതൊക്കെ ടോർച്ചർ തീയൊന്നും എനിക്ക് പേടിയില്ലല്ലോ. ഉറപ്പാടി ചത്തു അതിനകത്ത് തിരിച്ചു കയറാൻ പറ്റില്ലേ? ബ്രോ മേലോട്ട് പോ. ഇതെന്താ സൗണ്ട് റൈറ്റില്? ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നത് സൈക്കോ മാർക്ക് ചെയ്തേ. ഇവിടെ വഴിയൊന്നും ഇല്ല. എന്ത് സൗണ്ട്? അയ്യോ വരും വേണ്ട, നമ്മൾ പിള്ളേരോടൊന്നും സംസാരിക്കാനേ പോരുത് ഇവിടെ സിറ്റിയിൽ. അടച്ചു മൂടണം അതിനകത്ത്. ഇത് ഈ വീട് പണിത് തരാൻ എത്ര നാൾ എടുത്ത്? ഏകദേശം 1-2 മാസമായി. അതെ 1.5 മാസം. അത്രയും കാലം വാടക വീട്ടിലായിരുന്നു. ആ ഈ ചില ഇപ്പോഴത്തെ പുതിയ ഓരോ വീടുകളിൽ ചെല്ലുമ്പോ നമുക്ക് മറ്റേ ഭയങ്കര കൊളീഷൻ ഫീൽ ചെയ്യും കൊറേ. പക്ഷെ ഇതിലത് അങ്ങനെ ഇല്ല കേട്ടോ, നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്തേക്കണേ ഇത്. നിങ്ങൾക്ക് ഏരിയ ഭയങ്കര വലുതാണ്. ഇതാണ് വണ്ടി നിങ്ങളുടെ? ക്യാരക്ടർ എന്താ? ഭീകരൻ. ഇത് ആക്ച്വലി ഞാൻ പെയിന്റിങ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ ഒരു പെയിന്റിംഗ് ആണ്, അതിനെ ഞാൻ വണ്ടിയിലോട്ട് കൊണ്ടുവന്നതാ. ബ്രോ വരച്ചതാണോ അത്? ഹലോ, അതെ ഞാൻ വരച്ചതാണ്. അപ്പൊ അതിനെ ഹലോ പുള്ളി വരച്ചതാണെന്നോ അത്? വണ്ടിയും കൊള്ളടാ, വണ്ടിയും കൊള്ളാം. ഭീകരനല്ല എടാ, അല്ല വണ്ടിക്കകത്ത് എഴുതിയേക്കുന്ന വായിച്ചതാ ഞാൻ. ഭീകരൻ കണ്ടാ? BEEGARAN ഭീകരൻ. അകത്തോട്ടോ. നമ്മുടെ വണ്ടിയിൽ എന്ന് വരും ഭീകരനാ? ഭീകരൻ വരണ നമ്മുടെ ലോഗോ ആണ്. നമ്മുടെ ഞങ്ങളുടെ ലോഗോയാണ്. ഓക്കെ. സ്ലീപ്പർ എവിടെ? ഹലോ എന്നല്ലേ? സ്ലീപ്പർ TDS. ഇല്ല, ചോദിച്ചതാ എവിടെയാണെന്ന് ചോദിച്ചോ. കൂടെ ആളുണ്ടോ? നമ്മുടെ വണ്ടി പറഞ്ഞു വരും. ഓക്കെ നമ്മുടെ വണ്ടിയുടെ കുറച്ച് പണി നടക്കണം. നിങ്ങൾ ആരുടെ സംസാരിക്കണ കൊറേ നേരമായിട്ട്? പെണ്ണുപിടി തുടങ്ങിയല്ലോ. ഇത് എന്റെ റൂമാണ്. ബ്രോ ലീഡർ ആണോ? ആക്ച്വലി ഞാൻ കോലീഡറാണ്. നിങ്ങളുടെ ലീഡറിന്റെ പേരെന്താ? ഞങ്ങളുടെ പേര് സാബു. നമ്മുടെ ചില്ലിങ് ഏരിയ. ഹൈന 2.0 ഹൈന അല്ല ലിറ്ററലി നമ്മുടെ പുതിയ വണ്ടി. നമ്മുടെ വണ്ടി ഹൈന ആയിരിക്കത്തില്ല, നമ്മുടെ പുതിയ വണ്ടി മോൺട്ര. ഗേൾഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാം. സത്യം അല്ലെ? സ്ഥലം തന്നെ ഉണ്ടാക്കി ഇതിനകത്തല്ലേ. ഇവിടെ വരണം. സെൽഫി എടുക്കാനാണോ ഇവിടെ വരുന്നേ?
ഡേറ്റിംഗ് ഇത് ഗ്യാങ് ഹൗസ് ആണ്, മനസ്സിലായ? ഫോട്ടോ വെരി ഗുഡ് കൊണ്ടുപോകണം ഇവിടേക്ക്. എടാ നല്ല രസമുണ്ടല്ലേ ചെയ്തേക്കണേ, എന്ത് രസമായിട്ടാ ചെയ്തേക്കണേ ഇന്റീരിയർ ഒക്കെ. വെള്ളമുണ്ട്, പാലമുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ട്. ഹാർട്ടും ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ മുന്നേ പോയി കാണിച്ചത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കുറയ്ക്കാം. സത്യം ഇതൊരു പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചൂടെ? ഈ പാർക്കിനകത്തോട്ട് മാത്രം ഇത്ര ഫീ വെച്ച് ആൾക്കാരെ കേട്ടുന്നുണ്ടോ? ആലോചിക്കാം. അടിക്കാൻ തോന്നുമ്പോ അകത്തിരുന്ന് അടിക്കണമെങ്കിൽ ഇതാണ് ഞാൻ കാത്തിരുന്നത്. അല്ലേ ചോദിച്ചിരുന്നു പരിപാടി വരുന്നതിന് മുന്നേ കേറി ഉള്ളതൊക്കെ എടുത്തൊഴിച്ചു. ഒരു ഫ്രിഡ്ജ് അതെല്ലാം കൂടെ മിക്സ് അടിക്കാൻ ബിയർ ഇരിക്കണേ. എനിക്കതാണ് പെട്ടെന്ന് കണ്ടപ്പോ സത്യമല്ലേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും ഈ വൈമാപ്പ് ഏതോ ഒരു ആർക്കിടെക്ട് പണിതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഡിസൈൻ ആണല്ലേ? ഒരു ഇന്റീരിയർ ഡിസൈനർ ഭാവി ഞാൻ കാണുന്നു. ഇത് നിങ്ങൾ ഫ്രം ദ സ്ക്രാച്ച് ബിൽഡ് ചെയ്തെടുത്തതാണോ? അതെ. പിന്നെ ഐസ്ക്രീം തരാൻ വിളിക്കണേ. എനിക്ക് ടൈമില്ലാത്തോണ്ട് നമ്മളെ ബീച്ച് അക്കോ അവരാണ് ഫുള്ള് പണി ചെയ്തത്. ഓക്കെ. അവിടെ നീ അവിടെ പോയി താഴെ ഉണ്ട് ഇനി താഴെ ഉണ്ടോ? പകുതി ആയതേ താഴെ നടക്കാനുണ്ടേ. അവിടെ ക്ലോസ് ഇല്ല, ഇവിടെ ഉണ്ട് ഓഫീസ്. മാറൽ കസ്റ്റംസ് അല്ലേ ചെയ്യുന്ന നമ്മുടെ എനിക്ക് അറിഞ്ഞൂടാ ആരാ. ബ്രാവോ ആണ് ബ്രാവോ അത് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ് വണ്ടി, മനസ്സിലായ? ഇത് നമ്മുടെ കോലിഡസിന്റെ ഓഫീസ് റൂമാണ്. ഓക്കെ. അത് അല്ല, അതിന്റെ ലൈറ്റ് ഓഫ് ആണ്. ലൈറ്റ് ഓഫ് ആയി പോയതാണ്. മേലെ ഇത് ഞങ്ങളുടെ ഓഫീസ് റൂമാണ്. 3 കോറിഡോർക്കുള്ള ഓഫീസ് റൂമാണ്. അഡ്മിൻ പാനൽ ഡിസ്കഷൻ. കൊള്ളാം. ഓഫീസ് റൂം എന്തൊക്കെ ഉണ്ട്? കരിമീനായിരിക്കും. പിന്നെ ഒരു ജിമ്മുണ്ടായിരുന്നു, ജിമ്മ് മിസ് ചെയ്തു. അത് ഇവിടെ അല്ല, പുറത്തായിരുന്നു. കുഴപ്പമില്ല, ആ പിന്നെ കാണാം. അത് നമ്മൾ ആലോചിക്കണുണ്ട്. ഇത് നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ടുള്ള ഏരിയ. ഇത് ഗ്യാങ് ഹൗസ് അല്ല, ഇത് പഞ്ചായത്ത്. നമ്മുടെ കൂടെ വന്ന 15 പേരെ കാണാനല്ലോ. സത്യം മീറ്റിംഗ് റൂം ഉണ്ടോ? ഇതാണ് ലിവിംഗ് റൂം. ടി വി ഉണ്ട്. ഇത് നോക്കടാ. നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വെക്കണോടാ. ഇത് മാത്രം അല്ല നിന്റെ അച്ഛനെ എടാ കീരി പോടാ ആണപ്പാ. ഇത് നോക്കടാ, എന്ത് രസമുണ്ടല്ലേ ഫോട്ടോ. നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വെക്കണം കേട്ടാ. ഇവിടെ ഇരുന്നോ നീ? സ്ഥിരതാമസമായ നീ ഇരിക്കാനുള്ളതല്ലേ ഇത്? ഇനി കൊണ്ടുവരുമ്പോ എന്തായാലും ഇവിടെ ഇരുത്തൂല വില്ലുമോനെ നിന്നെ. എന്തായാലും താഴെ ഒരു റൂം കാണിച്ചു തന്നില്ലായിരുന്നു അണ്ടർഗ്രൗണ്ടില്? ഞാൻ വന്നില്ല. അവിടെ ആയിരിക്കും നിന്നെ ഇരുത്തണ. ഞാൻ വന്നില്ല. ഇത് നമ്മുടെ കിച്ചൺ ആണ്. കിച്ചൺ കണ്ടിട്ട് കിച്ചൺ കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും തിന്നിട്ടേ പോകും. കിച്ചൺ റൂം. ഇത് കിച്ചൺ ആണ്. ഇവിടെ നമ്മള് ബ്ലാക്ക് ഗ്രെയിന്റെയും കിച്ചണുമാണ്. ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്യുന്നു ഇവിടെ. ഇവിടെ ആരും സംശയിക്കില്ലല്ലോ.
നൈസ് ഐഡിയ. Nice idea, nice idea. പീഡിക്കാർ വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കരുത്. അത് ഒരിക്കലുമില്ല. കാരണം കിച്ചണിൽ നിന്ന് പുകയൊക്കെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഡൗട്ട് തോന്നൂലല്ലോ. അതാണ് ഞങ്ങൾ ഇങ്ങോട്ടാക്കിയത്. ഗ്രേറ്റ് ഐഡിയ. വാറ്റും പരിപാടി. കൊള്ളാം 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 കൊള്ളാം. വായോ വായോ വായോ. കേരളം മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടോട് പോണു. ഇവരുടെ രണ്ടാമത്തെ ഫ്ലോർ. കണ്ണാപ്പി ആരെ കൊണ്ടുവന്ന് തോന്നുന്നു കേട്ടാ ഇവിടെ ഈ സ്ഥലത്ത്. നമുക്ക് പോവാടാ വെച്ചു ബുദ്ധി കൂടിയ സാധനം. ഇവിടെ എങ്ങോട്ടാണ്? എന്തോ ചെയ്യാനാ, എത്ര കാലമായി ഇങ്ങനെ. കുഴപ്പമില്ല. എന്തൊരു സ്നൈപ്പറൊക്കെ എടുത്തോ. ഇതാണ് വെപ്പൺ സ്റ്റോറേജ് അല്ലേ? എന്തോ റോക്കറ്റ് ഒക്കെ ഇവരായിട്ട് ഗ്യാങ്കാർക്കും വേണ്ട കേട്ടോ. കണ്ണൊക്കെ വെച്ച് കണ്ണ് വെച്ച് പോക്കറ്റ് കേട്ടോ. മിസൈലൊക്കെ എടുത്തിടും. അയ്യോ ഇതെന്ത് ഇത് എന്താ എത്ര നില കാണാനുണ്ടേ? ഇവിടെ റൂമും കൂടെ ഉണ്ട്. അതും കാണണോ ഇനി? ചുമ്മാ മിസൈലൊക്കെ ഉണ്ട് അടുത്ത്. അവിടെ റൂമും കൂടെ ഉണ്ടോ? റൂമൊന്നും ഇല്ലടേ. എങ്ങോട്ടാണ് എങ്ങോട്ടാണ്? ബാക്കി നാളെ വന്ന് കാണാന്ന് പറയുന്നത് സത്യല്ലേ? ഇതെന്താണ്? സ്റ്റോറേജ്. ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് കേട്ടോ. ഇത് എന്താ കേരളം മൊത്തം ട്രിപ്പ് അടിച്ചു സത്യല്ലേ? ഇത് എന്താണ് ഇത് എന്ന് കണ്ടു തീരാൻ ആൾക്കാര്? മേലോട്ട് പോ. ഓ ഓ സിറ്റിയിലുള്ള എല്ലാവർക്കും ഇവിടെ കിടക്കാൻ പറ്റൂലേ? അതുപോലെ ഞാനൊന്ന് ഷോക്ക് അടിച്ച് മരിച്ചുപോയായിരുന്നു. നീ വന്ന തിരിച്ചു വന്നാ? ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഹലോ പെണ്ണേ, പേരെന്താ? ഓക്കെ അല്ല, ഒന്ന് റെഡി ആക്കിട്ടെ. ഞാനിവിടെ കലഞ്ഞു പഞ്ചായത്തിലുണ്ട്. എവിടെ ഒരു പിടുത്തം കിട്ടുന്നു മനസ്സിലായി. ഞാനൊരു ചുരുളിപ്പെട്ടിരിക്കുക. കേറി വരുമ്പോ കറക്റ്റ് വീണ്ടും എത്തിയെടുത്ത് കേറെടുത്തൊക്കെ വരുന്നു വീണ്ടും. ഇതിപ്പോ ഗ്യാങ് ഹൗസ് ബ്രീച്ച് ഒക്കെ സുഖമല്ല ബ്രോ. ഈ ഗ്യാങ് ഹൗസ് ബ്രീച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങണ വഴി അറിയോ നിനക്ക്? ഇത് വഴിയാണോ? ഇവർക്ക് അവരൊന്നും തിരിച്ചു പോകാൻ അറിയാതെ ഇവിടെ തന്നെ നിൽക്കുന്ന 3 ദിവസം. ഫ്രണ്ടിൽ പോകുന്ന പോവാ. ആരാ? പെണ്ണ ഇതാണ് മൃദുല, ഞങ്ങളുടെ വാസുമൻ. വാസുമൻ ഇതാണ് മൃദുല. സാറിന് ഫുഡ് ഒക്കെ കിട്ടിയായിരുന്നോ? ഫുഡ് കിട്ടിയായിരുന്നു മൃദുല. മൃദുല ഫുഡ് കഴിച്ചോ? മൃദുലയുടെ പേര് പോലെ ശബ്ദം ഉണ്ടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അറിയതാ. അത് മൃദുലമായ ശബ്ദം ഞാൻ പറഞ്ഞ. അല്ല ഞാനാണ് ഈ കൊച്ചിന് എക്സ്ട്രോവേർട്ട് ആക്കിയത്. അല്ലേ മൃദുല? അല്ലേ മൃദുല? കണ്ടാണ് അണ്ണാ ഇവള് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. എന്നോട് സംസാരിച്ച എക്സ്ട്രോവേർട്ട് ആക്കി. ആണല്ലേ? നീ ആരെ എക്സ്ട്രോവേർട്ട് ആക്കുന്ന മെഷീനോ? മെഷീനല്ലണ്ണാ. അവൾ ഇത്ര നാള് ജീവിച്ച ലൈഫ് സ്റ്റൈൽ വേറെ ആയിരുന്നു. ഞാൻ ആ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറ്റിച്ചു. അവളുടെ ചിന്താഗതിയൊക്കെ വേറെ ആയിരുന്നു. അല്ലേ മൃദുല? ഇത് ബോയ് ഫ്രണ്ട് വല്ലാണോ? ഓക്കെ മൃദുല, കണ്ടിട്ട് വരാം മൃദുല. ബൈ. ഗൈസ് കാർണേജ് അതിനൊന്ന് സ്പാം ചെയ്യണ്ട. ഞാൻ പറയാം ഗൈസ്, വണ്ടി ഒന്ന് പണിത് തീർത്തോട്ടെ ഗൈസ്. നിങ്ങൾ വിചാരിക്കണ പോലെ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഗൈസ്. നമ്മുടെ ഹാൻഡ്ലിങ്ങിന് ഭയങ്കര മേജർ ഇഷ്യൂസ് ഉണ്ട്.
അത് ഫുള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായ? കുറച്ച് ടൈം വേണം. അപ്പാപ്പിനെ കൊണ്ട് പറയിക്കാം. ബാലന്റെ മുതലെയോ നമുക്കൊരു കുഴപ്പമില്ല. ചന്ദ്ര ചന്ദ്രനല്ല ചന്ദ്രനല്ല ചന്ദ്രനല്ലേ? ചന്ദ്രന്റെ സൗണ്ട് കേട്ടില്ലേ? ഇവൻ ടീമിന്റെ ആളാണ്. ആ ഓക്കെ. അതല്ല, ചന്ദ്രന്റെ സൗണ്ട് ഞാൻ കേട്ടു. ഇവന്റ് അടിക്കേണ്ടി വന്നാണ്. നിങ്ങളാരും ചന്ദ്രന്റെ സൗണ്ട് കേട്ടില്ലേ? ഓ കിടിലം ബ്രോ, കിടിലം. ഞാൻ മൊത്തത്തിൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത് ആക്ച്വലി നല്ല രീതിയിൽ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേ. ഞാൻ വിസിയിലില്ലടാ, ഞാൻ വിസിയിലില്ല. ആ ഉണ്ട്, വിസിലുണ്ട്. ഓ വിസിയിൽ വന്നാണ് കേട്ടാ ഫുണ്ടാ. ആ വന്നേ 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 വന്നേ. അയ്യേ ഞാൻ മ്യൂട്ട് ചെയ്തപ്പോ ചമ്മിപ്പോയല്ലേ. എടാ നിന്റെ സെയിം ക്യാരക്ടറിൽ ഒരു ഗുണ സിറ്റിയിൽ വന്നടാ. അവനെ കണ്ടോടാ ചന്ദ്രൻ. ഹലോ. എടാ ഇന്നിവിടെ ബോബോയ് അവരൊക്കെ വന്നേക്കുന്നുണ്ടോ അളിയാ? വരുന്നല്ലടാ, എന്തിനു പുതുമ ഉണ്ടായില്ലേ? വേല കളിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിന്റെ പണി നോക്കി കളിക്കാൻ ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞോ പാപ്പ. ഇല്ലല്ല അപ്പൊ വേണ്ട, വെറുതെ എന്തിനാ കൊച്ചിന്റെ നമ്പർ കുഴപ്പമില്ല, ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ തരാം. എന്തിനാ അപ്പാപ്പ വെറുതെ കൊച്ചുങ്ങളാക്കി നമ്പർ? കൊച്ചു ശരിയല്ല, കൊച്ചത്ര ശരിയല്ല. വെളിയിലോട്ട് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ബാലനെ ഒന്ന് ഇളക്കാൻ നിന്നോ? ബാലളയില്ല. അവനെന്തോ തരാനാന്ന് തോന്നുന്നു കേട്ടാ. പറടാ. ബാക്കി മോള് കാണാനുണ്ട് വഴിയുണ്ട്. ഇനിയെന്ത് മോളിലുണ്ട്, ഇനിയും മോളിലോട്ട് ഇനി മോളോട്ട് കാണാനുണ്ടെന്ന്. അണ്ണാ അവിടെ വഴിയുണ്ടെന്ന്. ഇനി വഴിയോ? നമ്മളിവിടെ ഉണ്ട്. എവിടെ? TDS കുറുമ്പിന്റെ ശബ്ദം ഗാരേജ് കഴിഞ്ഞിട്ട് എടുത്തോ. അമ്മരെ മിസൈൽ എടുത്ത് അടിച്ചേരും കേട്ടോ. പോവാ. കണാപ്പി കുറച്ച് മാറിക്കണേ. അമ്മര് പോയോ? ഇതൊരു എപ്പിസോഡായിട്ട് ഇറക്കാം. സത്യമല്ലേ? ആദ്യത്തല്ല, രണ്ടാമത്തതല്ല, മൂന്നാമത്തതല്ല, 24 hours സ്ട്രീം. എല്ലാരും ഒന്ന് മാറോ? ഫോട്ടോ എടുത്തോട്ടെ, അതാ വരുന്നത്. കണാപ്പി ഒന്ന് മാറിക്കടാ ഫ്രണ്ടിൽ നിന്ന്. ശകനം പോലെ നിക്കില്ലേ? എടുത്തോ. എല്ലാരും ഒന്ന് മാറുന്നില്ല. എല്ലാരും ഒന്ന് മാറോ? എവിടുന്ന് മാറ? നിന്റെയൊക്കെ കാലിവിടെ കാണും. മാറോ? ഇനി ഒരു 2 പഞ്ചായത്തുകൾ കണ്ടു തീർക്കാനുണ്ടേ. വാസവനെ ഒരു കാര്യം പറയട്ടെ, മറന്നുപോയി. സ്പേസ് ബാർ അറിയാതെ ഞെക്കിന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്ത് ചാടിക്കോ, ഇല്ലെങ്കിൽ ഒരു നിലയും കൂടെ കാണേണ്ടി വരും. കണ്ടിട്ട് പോകാം. ഹലോ, ഇനി എവിടെയായിരുന്നു? നിങ്ങളില്ലേ എല്ലാരും സേഫ് നോക്കണേ. ഒപ്പരം എല്ലാരും ഉണ്ടോ നോക്കണേ. ആരെങ്കിലും ലൂപ്പ് പൊട്ടിട്ടുണ്ടെങ്കിൽ പറയാൻ കിട്ടൂല. ഒന്ന് തിരയാനായിരുന്നു. വാർച്ചാറ്റിൽ എന്തുണ്ട്? വാർച്ചാറ്റിൽ എന്താ നിങ്ങൾ പറയണേ? എടാ പിള്ളേരെ ഈ ബാൽക്കണി ഒന്ന് വാസവനെ കാണിച്ചു കൊടുത്തില്ലേ? ബാൽക്കണി
വാർച്ചയിൽ നമ്മുടെ ഒന്നും ഇല്ലല്ലോ. അങ്ങോട്ട് പോവാൻ പറ. തുറന്നിട്ട് കൊടുക്ക് കണ്ട കണ്ടികളെ ഒന്നുകൂടെ പറയല്ലേ, സീരിയസ് ആയിട്ട് മര്യാദ കളിച്ചോണ്ടിരിക്കുമ്പോ ചീത്ത പട്ടികളെ പറ്റി പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇത് ഡോറല്ലായിരുന്നു. ഇത് ഡോറല്ലേ ഒട്ടിയിരിക്കണ്. ബാൽക്കണി കണ്ടിട്ടുണ്ടോ? ഇത്രയും വലിയ ബാൽക്കണി അറ്റത്തുനിന്ന് വേറെ കൊള്ളാം. ഹോമം കൊണ്ടോ? ഇതാണ് അടുക്കളയിലെ പുക വരുന്ന സ്ഥലം. ഓ ഓക്കെ ഓക്കെ. ഇത് അപ്പൊ ഇനി 2 നിലകളുണ്ടെന്നാ അറിഞ്ഞത്. അതെ അതറിയാം. നമ്മളെല്ലാം കണ്ടിട്ട് പോകാം. പിന്നെ നമുക്ക് ഒരു തീർന്നില്ല. പിന്നെ നമ്മളെല്ലാം കണ്ടിട്ടല്ലേ പോകുന്നുള്ളൂ. ഇതെന്തോന്നിത്? ഓ ഇത് നൈസ്, ഇത് നൈസ്, ഇത് നൈസ്. ഇത് ഗ്ലാസ് ആണ്. അത് ഗ്ലാസ് ഗ്ലാസ് ഗ്ലാസ്. വാസവൻ ഇങ്ങനെ വേണം, വാസവന്റെ ബെഡ്റൂം. പിന്നെ ഓപ്പൺ ആയിട്ട് നാട്ടുകാരെല്ലാം കാണുന്ന രീതിയിലല്ലേ. അല്ല അത് മറ്റേ കഴപ്പ് അങ്ങനല്ല. നമ്മുടെ മറ്റേ 5 സ്റ്റാർ ഹോട്ടലിൽ ചില സമയത്ത് മറ്റേ സെറ്റപ്പ് ഇല്ലേ, മറ്റേ ഗ്ലാസ് മറ്റേ ഒന്നും പറ്റില്ല. പേടിക്കണ്ട, ഞങ്ങളെല്ലാരും എത്തി. എല്ലാരും താഴെ ചാടേണ്ടതാണ്. സമയം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് എന്തായാലും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് നടക്കട്ടെ. അല്ലല്ല പിന്നെ സമയത്തിന്റെ പൈസ ഇടും. ഞാൻ പറയണത് 1694. അല്ല ഓ ചാർജ് ഇല്ല. നാളെ ഒന്ന് വാങ്ങിച്ചോളാം. എല്ലാം കണ്ടായിരുന്നു. മുക്കും മൂല ക്ലോസറ്റ് വരെ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പഴേ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് നടക്കട്ടെ. നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ണാപ്പിയോ ആരെങ്കിലും ഒക്കെ ആയിട്ട് വല്ല അടിയും വഴക്കം ഉണ്ടാവുകയാണെങ്കിൽ നേരെ എന്നെ അല്ലെങ്കിൽ അപ്പാപ്പനെ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ മതി. വെറുതെ നമുക്ക് നേരെ അടിയിലോട്ടൊന്നും പോകണ്ട. നമുക്കൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ടൊക്കെ പോവാം. അങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളപ്പോ പോയിട്ട് വരാം. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ വണ്ടി റെന്റിന് കൊടുക്കുവോ? വാർത്ത ആവശ്യം വന്ന ഇറങ്ങി ഓടിക്കോടാ. അല്ലെ 10 നിലയോടെ കാണാൻ പറയും. വാ വാ വാ. റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അതും കൂടി ഞാൻ കയറി തൂങ്ങിയാ വീട്ടില്. കേട്ടോ ഒരുപാട് സന്തോഷം. പൊങ്ങിപ്പോവും. എന്തായാലും ബാൽക്കണി എടുത്ത് ചാടിയാ മതി. എവിടെ കാലിടെ കൂടെ പോകും. ഫോണില് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് നമ്പർ എടുക്കാൻ വേണ്ടിട്ടാ സിറ്റിയിലെ. നമ്മുടെ പഴയ നമ്പർ ഷിപ്പ് ആയാലും ഉപയോഗിക്കണത് നമ്മൾ തിരിച്ചെടുക്കും. ഓക്കെ ഓക്കെ. വെടിമരം ചൂടാ. വെടിമറ ചൂടനോ? വെടിമറ ചൂട. എടാ നിനക്ക് എങ്ങനെയാടാ പേര് വന്നേ? നമ്മുടെ ഗ്യാങ്ങിലുള്ളവര് മാത്രം. ഒരു കാര്യം ചെയ്യും. അല്ല മോള് കഷ്ടപ്പെടണ്ട. അപ്പനെ തോളത്തോട്ട് വെച്ചു. അപ്പം തൽക്കാലം മാറിയിരിക്കും. എന്റെ തോളത്തോട്ട് വെച്ചത് ഞാൻ വേണേ ഏത്തോട്ടാക്കി തരാം. കുഴപ്പമില്ല. പോകുന്നോ? പോകുന്നോ? സിറ്റിയിലെ പെണ്ണ് നിങ്ങളൊക്കെ എന്റെ ചുറ്റുമുള്ളപ്പോ നിങ്ങളല്ലേ എന്റെ ഹാപ്പിനെസ്.
എന്താ പോലെ ഒരു തരം കാണാൻ പറഞ്ഞു കേട്ടോ വാസുവൻ. ആരെ അല്ല ഇവിടെ പറഞ്ഞു ഇവരോട് പറഞ്ഞേ അടുത്തൊരു പാവ. പറഞ്ഞോ. ഇതൊരു പാവയേറിയിരിക്കുന്നു. ആവശ്യമുണ്ടെന്ന് പുതിയ പിള്ളേരെല്ലാം ആർപിയില് നല്ല രീതിയിൽ ഇവർക്ക് നമ്മുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഗ്രൂപ്പ് ഫോട്ടോ. നമുക്ക് എടുക്കാം വാ. റൂം ഉണ്ടെന്ന് പറയാമാര്. അതാ സത്യം. അതിന് സെപ്പറേറ്റ് റൂം ഉണ്ട് 4ാമത്തെ നിലയിൽ. ഫോട്ടോ എടുത്തോ. അല്ല വെടിവെക്കാൻ വിളിച്ചവന്മാരൊക്കെയാണ്. ഞാൻ ഇന്ന് ആർപി കേറാന്ന് പറഞ്ഞു പോലും പറഞ്ഞില്ല. ഫോട്ടോ എടുക്കുന്നവരുടെ ഞാൻ വെടിവെക്കാൻ ആൾക്കാരെല്ലാം കിട്ടണം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞ. വെടിവെക്കാൻ എടുത്തവന്മാരൊക്കെ ഇവിടെ ആർപി കളിക്കാൻ പോലും പറഞ്ഞില്ല. ഞാൻ ഇന്ന് ശരിക്കും ഇത് നോക്കിയിട്ട് ഡിസ്കൗണ്ട് റോഡ്സ് നോക്കിയിട്ട് പോകാൻ വേണ്ടി കഷത്തിന്റെ ഇടയിൽ കൂടെ ADS പിടിച്ചത്. ആരും ഫോട്ടോ എടുക്കുന്ന ആരുമില്ലേ? ഒരു ഇത് നിക്കാം വെറുതെ, അതാ സംഭവം. ആ കണ്ണാപ്പി നീ വന്നാ? ഞാൻ വന്നാ കുറച്ച് ലേറ്റ് ആയി പോയല്ലോ. ഫോട്ടോ എടുത്തു വഴി തപ്പ് വരുന്നു. ഇല്ല വെട്ടിക്കേറ്റാം. നിങ്ങൾ 30 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ 4 പേരേ ഉള്ളൂ. എടാ കണ്ണാപ്പി അവര് ഫോട്ടോ എടുക്കണോന്ന് പറഞ്ഞല്ലേ എടുക്കണം. അവരെടുക്കട്ടെ. ഓക്കെ ഓ ഇത്രയും പേർക്ക് എടുത്താൽ മതിയോ ഫോട്ടോ? അല്ല ഇതിപ്പം ബ്രോ ഇങ്ങനെ ബ്രോ ഇവിടെ കുറെ നേരമായിട്ട് സക്കീറും ബോബോയും എല്ലാം വന്ന് നിൽക്കുന്നു. അയ്യോ ഇതിനൊന്നും ഒരു താങ്ക് യു വേണ്ട. ഫോട്ടോ എടുക്കുന്നതിനൊക്കെ എന്ത് താങ്ക് യു? കുറെ നേരമായിട്ട് പോസ്റ്റ് ബ്രോ എല്ലാത്തിനും താങ്ക് യു ഒന്നും പറയണ്ട. നമ്മളൊക്കെ അളിയന്മാരല്ലേ അളിയാ? പോയിട്ട് വരാം അളിയാ പോയിട്ട് വരാം കേട്ടാ.